ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷം ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വെറൈറ്റിക്ക് വേണ്ടി നെയ്മീൻ ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലേറ്റാക്കാതെ തന്നെ നെയ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീനിൻ്റെ മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അല്പം വെളിച്ചെണ്ണയാണ്. നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നെയ്മീനിലേക്ക് ഈ അരപ്പ് തേച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മീനിലും നമുക്ക് ഈ അരപ്പ് തേച്ച് കൊടുക്കാം. എല്ലാ അരപ്പ് വരട്ടിയതിന് ശേഷം നമുക്കിതിന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ മീനെല്ലാം നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കണം. അതിനു മുമ്പ് ഞാൻ ഇവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, 4 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം തന്നെ നല്ലതുപോലെ വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും. നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കറി മസാല എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് തേങ്ങാപ്പാലും 1/4 ടീസ്പൂൺ തൈരുമാണ്. ഇത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലകളെല്ലാം മീനിലോട്ട് യോജിപ്പിച്ചെടുക്കാം. മീൻ പൊടിഞ്ഞു പോകരുത്. ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാൻ ഇവിടെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗോൾഡ് വിന്നറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, സവാള ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ക്യാരറ്റും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് ഊറ്റി വെച്ചേക്കുന്ന അരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം, അതല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് അരിക്ക് ആവശ്യമായ വെള്ളമാണ്. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിയുടെ അളവനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ചോറിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടയ്ക്കാം. 2 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ പാകമായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഞാൻ ഇവിടെ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ റൈസ് കുറച്ചിട്ടിട്ടാണ് നമ്മൾ പിന്നെ മസാല ഇടുന്നത്. ഒരു 3/4 ഭാഗം വരെ നമുക്ക് റൈസ് ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മളിതിൽ 3/4 ഭാഗം വരെ റൈസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇനി കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഫില്ല് ചെയ്തിടാം. അപ്പോൾ നമ്മളുടെ നെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.